ഹലോ എല്ലാവർക്കും അപ്പോൾ നമസ്കാരം. നമ്മൾ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന്, ശതമാനം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് കഴിഞ്ഞ 2021 മുതൽ 2025 വരെയുള്ള ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 2024 വരെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച് സെറ്റായി. ഇനി 2025 ചോദിച്ചിട്ടുള്ള ഒരു 15 ചോദ്യങ്ങൾ കൂടി പഠിച്ചാൽ കഴിഞ്ഞ 5 വർഷങ്ങളുടെ ഒരു സ്റ്റൈല്, ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാകും. അതിന്റെ ബേസിൽ നമുക്ക് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 6ഓളം ടോപ്പിക്കുകളാണ് ഇതോടുകൂടി കംപ്ലീറ്റ് ആകുന്നത് മാത്സിന്റെ PYQ സീരീസിൽ. നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ, ഈ ടൈപ്പ് ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ചോദ്യം നോക്കിക്കേ. എയുടെ വരുമാനം എന്നത് ബിയുടെ വരുമാനത്തെക്കാൾ 60% കൂടുതൽ എങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കുറവ്? നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? എയുടെ വരുമാനമാണ് ബിയുടെ വരുമാനത്തെക്കാൾ കൂടുതൽ, 60% കൂടുതൽ. അപ്പൊ വലുതാരാ? വലുത് എ ആണ്. ചെറിയ ആൾ ഇവിടെ ബി ആണ്. ബിനെ നമ്മൾ 100 എന്ന് പരിഗണിക്കുന്നു. അപ്പൊ എ എത്രയായിരിക്കും? 100-നേക്കാൾ 60 കൂടിയത്, 60% കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 160 എ എന്ന് നമ്മൾ എടുക്കുന്നു. ഇനി ഇവരുടെ വ്യത്യാസം എത്ര എന്ന് നോക്കുന്നു. 100 160 ആകാൻ 60 കൂടിയത്. ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 60. അപ്പൊ നമുക്ക് ചെയ്യാലോ. ഇവരുടെ കുറവ് ശതമാനം, ഇവരുടെ വ്യത്യാസം ബൈ എന്തിനടിസ്ഥാനമാക്കിയാണോ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ബിയുടെ വരുമാനം എന്നത് എയുടെ വരുമാനത്തെക്കാൾ, എനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എനേക്കാളും എത്ര കുറവാണ് ബി, എയേക്കാളും എത്ര കുറവാണ് ബി. എനെ വെച്ചിട്ടാണ് ബിനെ കമ്പയർ ചെയ്യേണ്ടത്, എയെ വെച്ചിട്ടാണ് ബിയെ കമ്പയർ ചെയ്യേണ്ടത്. സോ ഇവിടെ ബേസ് എന്താണ്? അടിസ്ഥാനം എന്താണ്? അത് എ ആണ്. അപ്പൊ എയുടെ വിലയാണ് ഇവിടെ താഴെ എഴുതേണ്ടത്. ശതമാനം കാണേണ്ടത് കൊണ്ട് നമ്മൾ 100 കൊണ്ട് ഹരിക്കുന്നു. വ്യത്യാസം നമുക്ക് കിട്ടി, അത് 60. എയുടെ വില എന്നത് 160 ഇൻറ്റു 100. ഇത് ചെയ്താൽ നമ്മൾ ഉത്തരം. ഈ 0 ക്യാൻസൽ ചെയ്യാം. 60ന്റെ പകുതി 30, 8ന്റെ പകുതി 16ന്റെ പകുതി 8. 10നെയും 8നെയും ചെറുതാക്കാം. 10ന്റെ പകുതി 5, 8ന്റെ പകുതി 4. 30നെയും 4നെയും ചെറുതാക്കാം. 30ന്റെ പകുതി 15, 4ന്റെ പകുതി 2. ഓക്കെ 15 ഗുണം 5 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 75 താഴെ 2. എടാ 75ന്റെ പകുതി എത്രയാണോ അതാണ് നമ്മുടെ ഉത്തരം. 75 എന്ന് പറഞ്ഞാൽ 70ഉം 5ഉം കൂടി ചേരുന്നതാണ് അല്ലെ. അപ്പൊ 70ന്റെ പകുതി നമുക്കറിയാം 35, 5ന്റെ പകുതിയും നമുക്കറിയാം അത് 2.5. ഇത് കൂട്ടിയാൽ എത്രയാണോ അതാണ് ഉത്തരം. 35ഉം 2.5യും കൂട്ടിയാൽ 37.5, 37.5. ഉത്തരായി. 37.5% കുറവ്, 37.5%. യെസ്, ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നു. അതാണ് നമ്മുടെ ശരിയായ ഉത്തരം. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. 2 numbers are less than a third number by 30%, 37% respectively. How much percent is the second number less than the first? ഓക്കെ, ചോദ്യം മലയാളത്തിൽ ഇങ്ങനെയാണ്. 2 സംഖ്യകൾ മൂന്നാമത്തെ സംഖ്യയുമായിട്ട് കമ്പയർ ചെയ്യണം. മൂന്നാമത്തെ സംഖ്യയെ അപേക്ഷിച്ച് ആദ്യത്തെ സംഖ്യ 30%, രണ്ടാമത്തെ സംഖ്യ 37% കുറവാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യയെ അപേക്ഷിച്ച് എത്ര കുറവാണ് രണ്ടാമത്തെ സംഖ്യ? ആദ്യത്തെ സംഖ്യയെ അപേക്ഷിച്ച് എത്ര ശതമാനം കുറവാണ് രണ്ടാമത്തെ സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യയാണ്, തേർഡ് നമ്പർ. ഞാൻ അതിനെ 100 എന്ന് പരിഗണിക്കുന്നു. എങ്കിൽ ആദ്യത്തെ സംഖ്യ എത്രയായിരിക്കും? ആദ്യത്തെ സംഖ്യ 30% കുറവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 100-നേക്കാൾ 30 കുറവ് എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 70. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സംഖ്യയോ? രണ്ടാമത്തെ സംഖ്യ എത്ര ശതമാനം കുറവെന്ന് പറഞ്ഞിരിക്കുന്നത്? 37% കുറവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 100-ൽ നിന്ന് 37 പോയാൽ ബാക്കി 63. ഇപ്പൊ 2 സംഖ്യകൾ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഇവരുടെ വ്യത്യാസം എടുക്കണം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 70-ൽ നിന്ന് 63 പോയാൽ എത്രയാ വ്യത്യാസം? ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 7. ഇനി ചോദ്യം നമുക്ക് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? കുറവ് ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. കുറവ് ശതമാനം
ചെയ്യാൻ വ്യത്യാസത്തെ എന്തിനടിസ്ഥാനമാക്കിയാണോ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഹരിക്കണം ഇൻറ്റു 100 ചെയ്യണം. ഇവിടെ എന്തിനടിസ്ഥാനമാക്കിയിട്ട് ചോദിച്ചിരിക്കുന്നത്? എടാ കുറവ് ശതമാനമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരുടെ വ്യത്യാസത്തെ ഹരിക്കണം. എന്തുകൊണ്ട്? എന്തിന് ബേസ് ചെയ്തിട്ടാണോ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഹരിക്കണം. ഇവിടെ എന്തിന് ബേസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ സംഖ്യയെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര കുറവാണ് രണ്ടാമത്തെ സംഖ്യ, അല്ലെ? ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര കുറവാണ് രണ്ടാമത്തെ സംഖ്യ. അപ്പോൾ ആദ്യത്തെ സംഖ്യയാണ് ഇവിടുത്തെ ബേസ്. നമുക്ക് ചെയ്യാം. വ്യത്യാസം എന്ന് പറയുന്നത് 7, ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 70, ശതമാനം കാണേണ്ടത് കൊണ്ട് 100. 70-ൽ എത്ര ഏഴുകൾ? 10 ഏഴുകൾ. 100-ൽ എത്ര പത്തുകൾ? 10 പത്തുകൾ. നമ്മുടെ ഉത്തരായി 10% എന്ന്. 10% കുറവാണ് രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയെ അപേക്ഷിച്ച്. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 10%. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. എ നമ്പർ ഈസ് ഫസ്റ്റ് ഡിക്രീസ്ഡ് ബൈ 20% and then increased by 15%. The number so obtained is 64 less than the original number. The original number is what? അപ്പൊ ഞാൻ ആ സംഖ്യേനെ 100 പരിഗണിക്കുകയാണ്. സംഖ്യ എന്നത് 100 എന്നെടുക്കുന്നു. ഓക്കെ, ഇനി എന്താ ആദ്യം ഉണ്ടായത്? 20% കുറയുന്നു. 20% കുറഞ്ഞു. അപ്പൊ 100-ൽ നിന്ന് 20 കുറഞ്ഞു. അത് എത്രയായി? അത് 80 ആയി. ഓക്കെ, പിന്നെന്ത് സംഭവിച്ചു? 15% കൂടി. 80-ന്റെ 15% കൂടി എന്ന് വെച്ചാൽ 80 × 15/100. 0 0. 10-ൽ 5 രണ്ടുകൾ, 8-ൽ 4 രണ്ടുകൾ, 15-ൽ 3 അഞ്ചുകൾ. 4 × 3 12 കൂടി. ഏതിൻ്റെ കൂടെ? 80-ന്റെ കൂടെ. 80 + 12 എന്ന് പറഞ്ഞാൽ 92. ഇനി നമ്മൾ നോക്കുന്നു ഈ കിട്ടിയ ഉത്തരം യഥാർത്ഥ സംഖ്യയേക്കാൾ എത്ര കുറവാണ് ഈ 92. നമ്മൾ സംഖ്യ 100 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ 100-ൽ നിന്ന് എത്ര കുറവാണടാ 92? 100-ൽ നിന്ന് 92 കുറച്ചാൽ കിട്ടുന്നത് 8%. ഈ 8% എന്ത്? ഈ 8% നമുക്ക് തന്നിരിക്കുന്ന 64. എങ്കിൽ 100% എത്ര? 100% എത്ര? നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു എളുപ്പപ്പണിയുണ്ട്. എന്താ? 8 64 ആകാൻ 8-നെ നമ്മൾ 8 കൊണ്ട് ഗുണിച്ചു. 8 8 64. അപ്പൊ 100-നെയും 8 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഉത്തരം നമുക്ക് കിട്ടും 800. നമ്മുടെ ഉത്തരം 800 എന്ന് കിട്ടും. 800 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. തെറ്റല്ലേ? അടുത്തേക്ക് പോവാം മക്കളെ. നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിന്റെ 91% ആണെങ്കിൽ ആകെ മാർക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ രാജുവിന് കിട്ടിയത് ആകെ മാർക്കിന്റെ 91%. അത് 455 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പരീക്ഷയുടെ ആകെ മാർക്കാണ്. 100%. 100% എത്ര എന്ന് കണ്ടുപിടിക്കും. ഇവിടെ വീണ്ടും നമുക്ക് എളുപ്പമായി. 91-നെ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് 455. 91 × 5 ചെയ്താൽ 5 45. 455 കിട്ടും. എങ്കിൽ 100-നെയും 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും നമ്മുടെ ഉത്തരം. 100 × 5 ചെയ്താൽ കിട്ടുന്നത് 500. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. എളുപ്പല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. അഞ്ചാമത്തെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യം. ചോദ്യം വായിക്കാം. ഒരു തിരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതിൽ ഒരാൾക്ക് 48% വോട്ട് ലഭിച്ചെങ്കിലും 256 വോട്ടിന് അയാൾ പരാജയപ്പെട്ടു. എങ്കിൽ ആകെ വോട്ടർമാരുടെ എണ്ണം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അപ്പുറത്തെ പേജിൽ ചെയ്യാം. 2 സ്ഥാനാർത്ഥികളുണ്ട്. ആകെ വോട്ടുകൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആകെ വോട്ടർമാര് എന്നത് നമ്മൾ 100% അല്ലെ 100 പരിഗണിക്കും. മുഴുവൻ ആകെ എന്ന് പറഞ്ഞാൽ 100. അതില് ആകെ വോട്ടർമാരിൽ 48% തോറ്റ ആൾ കിട്ടിയത്. തോറ്റ ആൾക്ക് എത്ര കിട്ടി? 48% കിട്ടി.
എങ്കിൽ ജയിച്ച ആൾക്ക് എത്ര കിട്ടും? ജയിച്ച ആൾക്ക് എത്ര കിട്ടും? എടാ 100-ൽ നിന്ന് 48 ഒരാൾ എടുത്തു, ബാക്കി എത്രയാണോ അതാണ് അയാൾ കിട്ടുക. അതെത്രയാണ്? 100-ൽ നിന്ന് 48 പോയാൽ 52% ജയിച്ചാൽ കിട്ടിയത്. ഓക്കെ, ഈ 48% കിട്ടിയ ആള് എത്ര വോട്ടിനാ തോറ്റതെന്ന് പറഞ്ഞിട്ടുണ്ട്. 256 വോട്ടിനാ തോറ്റത് അല്ലെ. ഈ 48% കിട്ടിയ ആൾക്ക് 52% വോട്ട് കിട്ടിയിരുന്നെങ്കിൽ അയാൾ ജയിച്ചേനെ. ഇവരുടെ വ്യത്യാസമല്ലടാ ഈ 256 അല്ലെ. എത്ര ഇവരുടെ വ്യത്യാസം? 48-ഉം 52-ഉം ഇവര് തമ്മിലുള്ള വ്യത്യാസം 4%. ഈ 4%മാണ് 256. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. തോറ്റ ആൾക്ക് 48%, അയാൾക്ക് 256 വോട്ടും കൂടി കിട്ടിയിരുന്നെങ്കിൽ അയാൾ ജയിച്ചേനെ. ക്ലിയർ ആയോ? ഓക്കെ, അയാൾ തോറ്റത് 4% വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. അപ്പൊ ഈ 4%മാണ് 256 വോട്ടുകൾ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മൊത്തം എത്ര, മൊത്തം വോട്ടർമാര് 100% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് ചെയ്യാം. 256 ഗുണം 100 അല്ലെ. ജോഡികളായവര് മുകളിൽ, ഒറ്റയ്ക്കിരിക്കുന്ന 4 താഴെ. 100-ൽ 4 25-കൾ. 256 ഗുണം 25 ചെയ്യാൻ നമ്മൾ 256 എഴുതുന്നു, 2 0 എഴുതുന്നു. 25,600-ന്റെ പകുതി. 20,000-ന്റെ പകുതി 10,000. 5,000-ന്റെ പകുതി 2,500. 600-ന്റെ പകുതി 300. 500 300 800 എന്നായി. ഒരു വട്ടം കൂടി പകുതി എടുത്താലാണ് ഉത്തരത്തുക. 12,800-ന്റെ പകുതി. 12,000-ന്റെ പകുതി എന്ന് പറയുന്നത് 6,000. 800-ന്റെ പകുതി എന്ന് പറയുന്നത് 400. അപ്പൊ ടോട്ടൽ അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാ? 6,400 ആണ്. 6,400 ഓപ്ഷൻ സി ആണ്. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. 6ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യ അറിയില്ല, എക്സ് എന്ന് എഴുതി. ആ സംഖ്യയുടെ 45% എന്നത് 270 എങ്കിൽ എന്താണ് എക്സിന്റെ വില? എക്സിനെ കണ്ടുപിടിക്കാൻ എക്സിനെ അവിടെ നിർത്തി. അപ്പുറത്ത് 270 ഉണ്ട്. ഈ ഭിന്നസംഖ്യനെ 45/100 എന്ന് പറയുന്ന ഭിന്നസംഖ്യനെ വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് അപ്പുറത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇങ്ങനെ കൈയോടെ മാറ്റാം. ഓക്കെ, അപ്പൊ 45/100 അപ്പുറത്തേക്ക് മാറ്റിയാൽ താഴെ കിടക്കുന്ന 100 മുകളിൽ കിടക്കുന്ന 45 താഴെ. ഇനി ഇവിടുന്ന് ചെറുതാക്കിയാലും മതി. ഞാൻ അപ്പുറത്തെ പേജിൽ ചെറുതാക്കി ചെയ്യാം. 5 കൊണ്ട് ചെറുതാക്കുന്നു. 5 കൊണ്ട് ചെറുതാക്കിയാൽ 100-ൽ എത്ര അഞ്ചുകൾ? 20 അഞ്ചുകൾ. 45-ൽ എത്ര അഞ്ചുകൾ? 9 അഞ്ചുകൾ. 27-ൽ എത്ര 9? 3 9. അപ്പൊ 270-ൽ 39. 30 ഗുണം 20 ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. 3 ഗുണം 2 6. 1 0 1 0. ടോട്ടൽ 2 0. നമ്മുടെ ഉത്തരം 600. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എയിൽ കിടക്കുന്ന 600. തെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോലെ. ഇതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ. അടുത്തേക്ക് പോവാം മക്കളെ. 7ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം 87.5%. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പുറത്തെ പേജിൽ ചെയ്യാം കേട്ടോ. ആകെ പരീക്ഷ എഴുതിയത് ആകെ കുട്ടികൾ എന്നത് 100% എന്ന് നമ്മൾ എടുത്തു അല്ലെ. അതിൽ എത്ര പേര് ജയിച്ചു? ജയിച്ചവര് 87.5%. 87.5%. അപ്പൊ തോറ്റവർ എത്രയാ? തോറ്റവർ എത്രയാണ്? 100-ൽ നിന്ന് 87 പോയാൽ ബാക്കി 1 2.5. 12.5% തോറ്റവരുടെ ശതമാനം. ആ തോറ്റവരുടെ ശതമാനം, അതിന്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് 7. 12.5% 7 ആണെങ്കിൽ 100% മുഴുവൻ വിദ്യാർത്ഥികൾ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 7 ഗുണം 100 ബൈ 12.5. ഇനി എന്ത് ചെയ്യണോടാ? എവിടെയാണോ ഡെസിമൽ ഡിജിറ്റ് കുറവുള്ളത് അവിടെ അത്രയും കുറവുള്ള പൂജ്യങ്ങൾ ഇടുക, മുമ്പിൽ ഒരു 1 ഇടുക. ഇവിടെ താഴെ ഒരു ഡെസിമൽ ഡിജിറ്റ്, മുകളിൽ ഒരു ഡെസിമൽ ഡിജിറ്റ് പോലും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലാണ് കൊടുക്കേണ്ടത്. 7 ഗുണം 100 ഗുണം ഒരു ഡെസിമൽ ഡിജിറ്റിന്റെ കുറവുള്ളത്. അപ്പൊ നമ്മൾ ഒരു 0 ഇട്ടു, ഒരു 1 ഇട്ടു. താഴെ ഇനി ആ ഡെസിമൽ ഡിജിറ്റ് നമുക്ക് ഒഴിവാക്കാം. 125 എന്ന് തന്നെ എഴുതാം.
അപ്പൊ 100-നെയും 125-നെയും ചെറുതാക്കുന്നു 25 കൊണ്ട്. 100-ൽ 4 25-കൾ, 125-ൽ 5 25-കൾ, 10-ൽ എത്ര അഞ്ചുകൾ? 10-ൽ 2 അഞ്ചുകൾ. അപ്പൊ 7 ഗുണം 4 ഗുണം 2 ചെയ്താൽ നമ്മുടെ ഉത്തരായി. 7 ഗുണം 4 28. 28-ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 56. 56 പേരാണ് പരീക്ഷ എഴുതിയത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോലെ. മക്കളെങ്ങനെ 8ാമത്തെ ചോദ്യം വന്നിരിക്കുന്നു. 8ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. 10-നെ x% വർദ്ധിപ്പിച്ചാൽ 30-നെ x% കുറച്ചാൽ കിട്ടുന്ന അതേ വില കിട്ടും എങ്കിൽ എക്സിന്റെ വില എത്ര? ഓക്കെ, നമ്മൾ ഇതിനെ കണക്കിന്റെ ഭാഷയിലേക്ക് എഴുതിയാൽ പകുതി സോൾവ് ആയി. നമുക്ക് ചെയ്യാം. 10-നെ വർദ്ധിപ്പിക്കുന്നു എത്ര ശതമാനം? 10-ന്റെ x%. 10-ന്റെ x%. അത് എന്തിനോട് തുല്യമാണ്? 30-നെ കുറച്ചാൽ എത്ര ശതമാനം? 30-ന്റെ x%. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ഉത്തരമായി. നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് എക്സ് ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് ആക്കുന്നു, ബാക്കി എല്ലാറ്റിനെയും അപ്പുറത്തേക്ക് ആക്കുന്നു. ഇവിടെ ഓൾറെഡി 10x/100 ഉണ്ട്, അത് ഞാനിവിടെ എഴുതുന്നു. 10x/100. ഇവിടെയുള്ള -30x/100-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അത് +30x/100 ആകുന്നു. സമം ഇവിടെ 30 ഉണ്ട്, 10 അപ്പുറത്തേക്ക് പോകുന്നു, +10 ആണ് അപ്പുറത്ത് പോകുന്നത്, അത് -10 മാറുന്നു. ഇത്രയും ക്ലിയർ അല്ലേ? ഇവിടെ രണ്ടിന്റെയും ഛേദങ്ങൾ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ മുകളിലുള്ള ആളുകളെ ജസ്റ്റ് കൂട്ടിയാൽ പോരെ. 10x-ഉം 30x-ഉം കൂട്ടിയാൽ 40x ബൈ 100. 100 കോമൺ ആണ്. സമം 30-ൽ നിന്ന് 10 പോയാൽ ഇനി എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളെ എക്സിന് അവിടെ ഇരുത്തുന്നു, ബാക്കി എല്ലാവരെയും അപ്പുറത്തേക്ക് തട്ടുന്നു. താഴെ കിടക്കുന്ന 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ അങ്ങേര് മുകളിലേക്ക് കയറും. മുകളിലിരിക്കുന്ന 40 അപ്പുറത്തേക്ക് പോകുമ്പോൾ അങ്ങേര് താഴേക്ക് ഇറങ്ങും. ഓക്കെ, 40-ൽ എത്ര 20-കൾ? 2 20-കൾ. 100-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 50. അപ്പോൾ വില കിട്ടി നമുക്ക്. എക്സിന്റെ വില എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളെങ്ങനെ 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 9ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു സംഖ്യ 12% കണ്ടു കുറച്ചാൽ, ഇതെന്തോ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഒരു സംഖ്യയുടെ 12% കുറച്ചാൽ 1760 കിട്ടും എങ്കിൽ ഏതാണ് ആ സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനെ കണക്കിന്റെ ഭാഷയിലേക്ക് ആദ്യം മാറ്റി എഴുതാം. ആ സംഖ്യ എന്നത് 100 പരിഗണിക്കുന്നു. ആ 100-ൽ നിന്ന് 12% കുറച്ചാൽ എത്ര കിട്ടൂടാ? 100-ൽ നിന്ന് 12 കുറച്ചാൽ എത്ര കിട്ടും? 8 അല്ലെ? 88% എന്ന് കിട്ടും. ആ 88% എന്ത്? അങ്ങനെ കുറച്ചാൽ കിട്ടുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ആ 88% 1760. എങ്കിൽ സംഖ്യ കണ്ടുപിടിക്കണം, 100% കണ്ടുപിടിക്കണം. ചെയ്യല്ലേ? 88% എന്നത് 1760 എങ്കിൽ 100% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്രോസ് ചെയ്യാം. 1760 ഗുണം 100. ഇവരെ മുകളിലേക്ക് പറത്തി നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന 88-നെ താഴേക്ക് ഇട്ടു. നോക്കിയേ, മുകളിലിരിക്കുന്ന 1760 11-ന്റെ മൾട്ടിപ്പിളാണ്. ഇതെങ്ങനെ പെട്ടെന്ന് കണ്ടത്? എടാ, ഈ 1 6 കൂട്ടിയാൽ സെൻട്രലിൽ ഇരിക്കുന്ന 7 കിട്ടി. അപ്പോൾ എളുപ്പത്തിൽ പറയാം, ഇയാള് 11 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? 16 കൊണ്ട്. ഈ 1ഉം 6ഉം ക്ലിയർ ആണോ? 242-നെ 11 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഉത്തരം? ഇതിനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റും, കാരണം 2 കൂട്ടിയാൽ നടുവിലുള്ള ആളെ കിട്ടുന്നത്. 242-നെ 11 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം മുമ്പിൽ കിടക്കുന്ന 2, പുറകിൽ കിടക്കുന്ന 2, 22. ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ കൂടി വേണോ? 693 11 കൊണ്ട് ഹരിക്കാൻ കഴിയും.
എത്ര 11കൾ ചേർന്നാലാണ് 693? അല്ലെങ്കിൽ 693നെ 11 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം എത്ര എന്ന് ചോദിച്ചാൽ മുമ്പിലിരിക്കുന്ന 6, പുറകിലിരിക്കുന്ന 3. അത്രയേ ഉള്ളൂ പരിപാടി. ഈ പരിപാടിയാണ് ഞാനിവിടെ ചെയ്തത്. ക്ലിയർ? 1760 നമ്മൾ ചെറുതാക്കി. 176ൽ എത്ര 11 എന്ന് നോക്കി. മുമ്പിലിരിക്കുന്ന 1 എഴുതി, പുറകിലിരിക്കുന്ന 6 എഴുതി. ഈ ഒരു 0 കൂടി ചേർക്കണം. അപ്പോൾ 160 11കൾ ചേർന്നാലാണ് 1760. ഇനി 88ലോ? 88ൽ എത്ര 11 ഉണ്ട്? 8 11 ഉണ്ട്. 16ൽ എത്ര 8കൾ? 2 8കൾ. അപ്പൊ 160ൽ 20 8കൾ. 20 ഗുണം 100 ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. എത്രയാ? 20ഉം 2 0ഉം 2000 ആണ് നമ്മുടെ സംഖ്യ. 2000 ഓപ്ഷൻ എയിൽ കിടക്കുന്നു. അപ്പൊ 9 ചോദ്യങ്ങൾ സെറ്റ് അല്ലേ? നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, 10ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനമാണ് 60 ക്വിന്റൽ? ഓക്കെ, അപ്പൊ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? മെട്രിക് ടണ്ണിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനമാണ് 60 ക്വിന്റൽ? 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനമാണ് 60 ക്വിന്റൽ? ഇതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ യൂണിറ്റുകളൊക്കെ സെയിം ആക്കണം. അപ്പൊ 1 മെട്രിക് ടൺ എന്ന് വെച്ചാൽ 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ അത് 10 ക്വിന്റലാണ്. 10 ക്വിന്റലാണ്. അപ്പൊ 3 മെട്രിക് ടൺ എത്രയായിരിക്കും? 30 ക്വിന്റൽ ആയിരിക്കില്ലേ? 30 ക്വിന്റൽ ആയിരിക്കും. ഓക്കെ, അപ്പോ മുകളിലുള്ള 60 നമ്മൾ അതുപോലെ എഴുതുന്നു. താഴെ 3 മെട്രിക് ടൺ എന്ന് വെച്ചാൽ അത് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 30 ക്വിന്റലാണ്. അപ്പൊ അവരുടെ യൂണിറ്റ് ഒക്കെ സെയിം ആയി. ഇത് 60 ക്വിന്റൽ, ഇത് 30 ക്വിന്റൽ. അപ്പൊ ഈ ക്യൂവും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ അതുകൊണ്ടാണ് അവിടെ എഴുതാത്തത്. ഇൻറ്റു 100 ചെയ്യാം. 30ന്റെ ഇരട്ടിയാണ് 60. 2 ഗുണം 100 എന്ന് പറഞ്ഞാൽ 200. അപ്പൊ 200% എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. മക്കളെ, 11ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഒരു പരീക്ഷ പാസ്സാകാൻ 60% മാർക്ക് വേണം. നീതുവിന് 180 മാർക്ക് കിട്ടി. നീതുവിന് പാസ്സാകാൻ 60 മാർക്കിന്റെ കുറവുണ്ട് എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതേ സെയിം ടൈപ്പ് നമ്മൾ നേരത്തെ ചെയ്തതാ, എങ്കിലും നമുക്കിത് ചെയ്യാം. ഒരു പരീക്ഷ പാസ്സാകാൻ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ, പാസ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് 60% ആണ്. നീതുവിന് എത്ര മാർക്ക് കിട്ടി? നീതുവിന് 180 മാർക്ക് കിട്ടി. പക്ഷെ നീതു ജയിച്ചില്ല. നീതു പാസ്സാകാൻ എത്ര മാർക്കും കൂടി വേണമായിരുന്നു? ഒരു 60 മാർക്കും കൂടി വേണമായിരുന്നു. എങ്കിലേ 60% മാർക്കിലേക്ക് എത്തും. ക്ലിയർ അല്ലേ? അപ്പൊ 180ന്റെ കൂടെ 60 കൂട്ടിയാൽ 240 മാർക്കുകൾ എന്ന് പറയുന്നത് 60%. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? 100% എത്ര? 100% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്താൽ എന്ത് വരും? ഇതാ, ജോഡികൾ മുകളിലിരിക്കട്ടെ. 240 ഗുണം 100. സിംഗിൾ ആയിട്ടിരിക്കുന്ന 60 താഴെ. ഈ 0 പോയി. 24ൽ എത്ര ആറുകൾ? 4 ആറുകൾ. 4 ഗുണം 100 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും 400. അപ്പൊ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 400 ആണ്. ഓപ്ഷൻ ബി ആണ്. നമ്മൾ കുറേ ആയി ചെയ്യണം അല്ലെ? അപ്പൊ നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളെ, അങ്ങനെ 12ാമത്തെ ചോദ്യം ഇതേ മോഡലാണ് നമ്മൾ നേരത്തെ ചെയ്തത്. നോക്കിക്കേ, നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റൂലേ? നോക്കിക്കേ, ഒരു പരീക്ഷയിൽ ജയിക്കാൻ 30% മാർക്ക് വേണം. പുറത്ത് ചെയ്യാം. പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അത് 30%. പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അത് 30%. 80% മാർക്ക് നേടിയ കുട്ടിക്ക് ഒരു 10 മാർക്കും കൂടി കിട്ടിയാലേ ജയിക്കുള്ളൂ. 10 മാർക്കിന് പുള്ളി തോറ്റു. അപ്പൊ ഒരു 10 മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ അവൻ എത്ര ശതമാനം ആയേനെ? പാസ് മാർക്ക് ആയേനെ, 30% ആയേനെ. അതായത്
30% എന്ന് പറയുന്നത് 80ഉം 10ഉം കൂട്ടിയാൽ കിട്ടുന്ന 90 നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആ പരീക്ഷയുടെ ആകെ മാർക്കാണ്, 100%. 100% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായി നമുക്ക് ചെയ്യാം. എടാ, ഈ 30നെ 3 കൊണ്ട് ഗുണിച്ചാൽ 90 കിട്ടും അല്ലേ? എങ്കിൽ 100നെയും 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ചില ചോദ്യങ്ങളിലെ ഇങ്ങനെ ലോട്ടറി അടിക്കുള്ളൂ കേട്ടോ. അപ്പൊ 30നെ 3 കൊണ്ട് ഗുണിച്ചാൽ 90, 100നെയും 3 കൊണ്ട് ഗുണിച്ചാൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. ആകെ മാർക്ക് എന്ന് പറയുന്നത് 300 കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. 13ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. ഒരു ചതുരത്തിന്റെ നീളം 30% വർദ്ധിപ്പിച്ചു, അതിന്റെ വീതി 30% കുറച്ചു, എങ്കിൽ പരപ്പളവിൽ എന്തു മാറ്റം ഉണ്ടാകും? ഈ ടൈപ്പ് ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? ഒരേ അളവ് നീളത്തിലോ വീതിയിലോ ഒരു സ്ഥലത്ത് കൂടുന്നു, മറ്റ് സ്ഥലത്ത് കുറയുന്നു. ഒരേ അളവാണ് കൂടുന്നത് കുറയുന്നത്. ഓക്കെ, 30% വീതിയിൽ, 30% നീളത്തിൽ വർദ്ധിക്കുന്നത്, അതേ 30% വീതിയിൽ കുറയുന്നു. ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ അതിൻ്റെ പരപ്പളവ്, ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ പേഴ്സൻറ്റേജ് കുറവായിരിക്കും. പരപ്പളവിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ശതമാനം കുറയും. മാറ്റമില്ല എന്നതല്ല നമ്മുടെ ഉത്തരം. കൂടും എന്നുള്ളതല്ല നമ്മുടെ ഉത്തരം. കൂടും എന്നുള്ളതല്ല ഉത്തരം. കുറയും. ഇത്തരം ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറയും, 110% കുറയും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തി എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ അളവില്ലേ റിപ്പീറ്റ് ആയിട്ട് സെയിം ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കൂടുകയും കുറയുകയും ചെയ്യുന്ന അളവ്, ആ അളവ് നമ്മൾ എഴുതുക. എത്രയാ? 30. അതിൻ്റെ സ്ക്വയർ എടുക്കുക, 30ന്റെ സ്ക്വയർ, എന്നിട്ട് 100 കൊണ്ട് ഹരിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ചെയ്യാം നമുക്ക്. 30ന്റെ സ്ക്വയർ 30 ഗുണം 30 എന്ന് എഴുതുന്നു, ബൈ 100. ഈ 0 ഈ 0 ഈ 0 ഈ 0 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എത്ര? 3 ഗുണം 3 9. അപ്പൊ 9% എപ്പോഴും ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ അത് കുറയും. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ കുറേയായി ചെയ്യുന്നു. ഇവിടെ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദ്യം? 3 മീറ്ററിന്റെ എത്ര ശതമാനം? അപ്പൊ അവിടെ എന്താണ് ബേസ്, എന്താണ് അടിസ്ഥാനം? 3 മീറ്ററിനെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യം. അപ്പൊ അയാളെ നമ്മൾ അടിയിൽ എഴുതി. 3 മീറ്ററിന്റെ എത്ര ശതമാനമാണ്? 90 സെന്റിമീറ്റർ. ഓക്കെ, ശതമാനം കാണാൻ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചു. എടാ, നമ്മൾ നേരത്തെ പഠിച്ചു, ഒരേ അളവിലേക്ക് ആക്കണം. മുകളിലിരിക്കുന്ന ആള് സെന്റിമീറ്റർ, താഴെ ഇരിക്കുന്ന ആള് മീറ്റർ. പറ്റൂല. ഏറ്റവും ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുന്നതാണ് എളുപ്പം. ഇവിടെ വലിയ ആള് മീറ്റർ ആണ്. അപ്പൊ മീറ്ററിനെ നമ്മൾ ചെറുതാക്കി സെന്റിമീറ്ററിലേക്ക് എത്തിക്കുക. 1 മീറ്റർ എന്നാൽ അത് 100 സെന്റിമീറ്റർ ആണ് എന്ന് നമ്മൾ പഠിച്ചു. എങ്കിൽ 3 മീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്? അത് 300 സെന്റിമീറ്റർ ആണ്. കാര്യങ്ങൾ എളുപ്പമായി. അപ്പൊ 90 സെന്റിമീറ്റർ എന്നത് 300 സെന്റിമീറ്ററിന്റെ എത്ര ശതമാനം? ചോദ്യം എളുപ്പമായി. ഈ സെന്റിമീറ്ററും പോയി, ഈ 0 പോയി, 3 കൊണ്ട് ചെറുതാക്കിയാൽ 9ൽ 3 മൂന്നുകൾ, 30ൽ 10 മൂന്നുകൾ, ഈ 10ഉം ഈ 0 പോയി, ബാക്കി 3 ഗുണം 10, അതായത് 30% നമ്മുടെ ഉത്തരം. 30% എന്നത് ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. അതാണ് നമ്മുടെ ശരി ഉത്തരം. അപ്പൊ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 15ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഉൽപ്പന്നത്തിന്റെ വില 50% വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഉപഭോഗ ചെലവ് അതേ നിലയിൽ നിലനിർത്താൻ അതിന്റെ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം? ഓക്കെ, ഇങ്ങനൊരു ചോദ്യം വന്നു എന്ന് വിചാരിക്കാം. ഒരു സാധനത്തിന്റെ വില ഇച്ചിരി വർദ്ധിപ്പിച്ചു, പക്ഷെ അതിന്റെ കൺസ്യൂമർ റേറ്റ് അധികം കൂടാൻ പാടില്ല. എങ്കിൽ അതിന്റെ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി, സിമ്പിൾ പരിപാടി, R/100 + R. ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരമാണ്. R എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ വർദ്ധിപ്പിച്ച വിലയിലുണ്ടായ വർധനവ്, അത് 50. 50/100 + 50 എന്ന് വെച്ചാൽ 50/150.
50 കൊണ്ട് ചെറുതാക്കാം അല്ലേ? 50-ൽ 150, 150-ൽ 350. അപ്പൊ എത്ര കുറയ്ക്കണം? എത്ര ശതമാനം കുറയ്ക്കണം? 3-ൽ 1 കുറയ്ക്കണം. 3-ൽ 1 കുറയ്ക്കണം. 1/3 ഭാഗങ്ങളിലായി കുറയ്ക്കണം. ഈ ശതമാനത്തിൽ ചോദിച്ചാൽ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 33.33. ഓക്കെ, 33.33%. അപ്പൊ ഇത്രയുള്ള പരിപാടി നമ്മുടെ 2021 മുതൽ 2025 വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമ്മൾ കവറപ്പ് ചെയ്തു. ഇനി ഇത് പഠിക്കുക. സംശയങ്ങളുള്ളത് മടി കൂടാതെ എൻ്റെ വാട്സപ്പിൽ ചോദിക്കുക. എൻ്റെ പേര് നിഖിൽ എംസെറ്റ് എന്നാണ്. എൻ്റെ നമ്പർ 8330080077. ചെറിയ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എങ്കിലും നിങ്ങൾ പഠിക്കുക, നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങളുടെ വിജയത്തിൽ ആഹ്ലാദിക്കുക എന്നുള്ളതാണ് എനിക്ക് സന്തോഷം. അതുകൊണ്ട് എത്തിയതാണ്. നിങ്ങളുടെ സഹകരണത്തിനും വിലപ്പെട്ട നിർദ്ദേശത്തിനും നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട്. എല്ലാറ്റിനും ഒരുപാട് നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് നമ്മുടെ ഊർജം. വീണ്ടും അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.